നമസ്കാരം. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, അതിൻ്റെ പുരോഗതിയിലേക്കുള്ള പാതയിൽ ഇന്ധനമായിട്ട് മാറുന്നത് ആ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകം തന്നെയാണ് നമ്മുടെ ദേശീയ പതാക. നമ്മുടെ ദേശീയ പതാക ഓരോ ഭാരതീയൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ കൂടി പ്രതീകമാണ്. ഇന്ത്യൻ ദേശീയത എന്നുള്ള സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദേശീയ പതാകയെക്കുറിച്ചാണ്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദേശീയ പതാകയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട വാക്ക് വെക്സിലോളജി എന്നുള്ള വാക്കാണ്. വെക്സിലോളജി എന്താണ്? വെക്സിലോളജി എന്ന് ചോദിച്ചാൽ ദേശീയ പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. ദേശീയ പതാകകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ വെക്സിലോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്. അതുപോലെ ആ ഭാഗത്ത് രണ്ട് പ്രധാനപ്പെട്ട ഉദ്ധരണികൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യയുടെ ദേശീയ പതാക. ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഉദ്ധരണി തന്നാൽ അതിൻ്റെ ഉത്തരം മഹാത്മാഗാന്ധി എന്നായിരിക്കും. ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ധരണി കൂടിയുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാക ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ മാത്രം പ്രതീകമല്ല, അത് ഇന്ത്യയിലെ ഓരോ ഭാരതീയന്റെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം കൂടിയാണ്. ഇന്ത്യയുടെ മാത്രം സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമല്ല ഇന്ത്യയുടെ ദേശീയ പതാക, മറിച്ച് ഓരോ ഭാരതീയന്റെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ രണ്ട് ഉദ്ധരണി, ഒന്ന് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമാണ് ദേശീയ പതാക എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി, ഓരോ ഭാരതീയന്റെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് ദേശീയ പതാക എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. മാറിപ്പോകാതെ പഠിച്ചു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എന്താണ്? പിംഗലി വെങ്കയ്യ അല്ലെ. ഇന്ത്യൻ ദേശീയ പതാക ഡിസൈൻ ചെയ്തത് ആര്, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് പിംഗലി വെങ്കയ്യാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, ഇന്ത്യയുടെ ദേശീയ പതാക, ഇന്ത്യയുടെ ദേശീയ പതാകയെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1947 ജൂലൈ 22 അല്ലെ. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ നമ്മൾ ദേശീയ പതാക ഉയർത്തി. അതിന് തൊട്ട് മുമ്പാണ് 1947 ജൂലൈ 22 ഇന്ത്യൻ ദേശീയ പതാകയെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചത്. പഠിച്ചു വെക്കണം, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് തന്നെ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ പതാകയെ അംഗീകരിച്ചു എന്ന് പറഞ്ഞു അല്ലെ. ആ സമയത്ത് ഭരണഘടനയുടെ രൂപീകരണത്തിന് ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ട്. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കമ്മിറ്റികളുണ്ട്. അതിലൊരു കമ്മിറ്റി ആയിരുന്നു ഫ്ലാഗ് കമ്മിറ്റി, അതായത് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിൻ്റെ തലവൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു എന്ന് പറയണം. അപ്പോൾ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റിയിലെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേശീയ പതാകയിലെ നിറങ്ങളിലോട്ട് വരാം. നമ്മുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ആകെ 4 നിറങ്ങളുണ്ട് അല്ലെ. അപ്പോൾ അത് ചെറിയ സംശയം നമുക്ക് വരും. മുകളില് കുങ്കുമവർണ്ണം, താഴെ വെള്ളവർണ്ണം, അതിന് താഴെ പച്ചവർണ്ണം, ഇനി ഒരു വർണ്ണം കൂടിയുണ്ട്. വെള്ളവർണ്ണത്തില് നേവി ബ്ലൂ നിറത്തില് 24 ആരക്കാലുകളുള്ള അശോക ചക്രം കൂടി പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 വർണ്ണമുണ്ട് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യം
വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കണം, പ്രസ്താവനാ രീതികളിലൊക്കെ ചോദ്യങ്ങൾ ധാരാളമുണ്ട്. ഇന്ത്യൻ ദേശീയ പതാകയിലെ വർണ്ണങ്ങൾ ഒന്നും തന്നെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും മതത്തെയോ ജാതിയെയോ കുലത്തെയോ പ്രതിനിധീകരിക്കുന്നില്ല. കുങ്കുമവർണ്ണം ഹിന്ദുവിൻ്റെ വർണ്ണം, ഇസ്ലാമിൻ്റെ വർണ്ണമാണ് പച്ചവർണ്ണം, ക്രൈസ്തവരുടെ വർണ്ണമാണ് വെളുത്ത വർണ്ണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള മതത്തെയോ ജാതിയോ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഓരോ നിറം, അതിൽ ആദ്യം ഏതാണ്? കുങ്കുമവർണ്ണം. ഏറ്റവും മുകളിൽ വരുന്നത് കുങ്കുമവർണ്ണം അല്ലെങ്കിൽ കേസരി വർണ്ണമാണ് അല്ലെ. കേസരി വർണ്ണം എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഇന്ത്യക്കാരുടെ ധൈര്യം, ഇന്ത്യക്കാരുടെ ത്യാഗ മനോഭാവം, ഇന്ത്യക്കാരുടെ ധൈര്യം, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്ന നിറമാണ് കുങ്കുമ വർണ്ണം എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ വെളുത്ത നിറം അല്ലെ, ദേശീയ പതാകയിലെ രണ്ടാമത്തെ മധ്യഭാഗത്തായിട്ട് വരുന്ന നിറം വെളുത്ത നിറം ഇന്ത്യക്കാരുടെ സമാധാന ചിന്തയെ, അതുപോലെ തന്നെ സത്യത്തെ, അതുപോലെ തന്നെ ചിന്തകളിലെ പരിശുദ്ധതയെ സൂചിപ്പിക്കുന്ന നിറമാണ് വെളുത്ത നിറം. അപ്പൊ ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സത്യത്തെ സൂചിപ്പിക്കുന്നു, സമാധാനത്തെ സൂചിപ്പിക്കുന്നു, ചിന്തകളിലെ ശുദ്ധതയെ സൂചിപ്പിക്കുന്നു എന്ന് പറയണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട നിറം പച്ച നിറം അല്ലെ. പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു ഏത്? പച്ച നിറം. അതിന് മാത്രമാണോ? സമ്പൽ സമൃദ്ധി മാത്രമാണോ? അല്ല, ഇന്ത്യയുടെ ഫലഭൂയിഷ്ഠത, ഇന്ത്യയുടെ ഫലഭൂയിഷ്ഠത. അപ്പൊ ഫലഭൂയിഷ്ഠതയെ സൂചിപ്പിക്കുന്നു, സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. അത് മാത്രമാണോ? അല്ല, ഇന്ത്യയിലെ സസ്യ ജന്തു ജാലങ്ങളെ കൂടി ഏത് നിറം പ്രതിനിധീകരിക്കുന്നു? പച്ച നിറം പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ പച്ച നിറം സമ്പൽ സമൃദ്ധിയെ, ഫലഭൂയിഷ്ഠതയെ, അതുപോലെ തന്നെ സസ്യജന്തു വൈവിധ്യത്തെ അല്ലെങ്കിൽ സസ്യജന്തു ജാലങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പൊ ആ മൂന്ന് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കൂട്ടുകാർക്ക് വേണം. പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങളൊക്കെ ആകുമ്പോൾ അത് വേണം. ഇനി അത് കഴിഞ്ഞിട്ട് നടുക്ക് എന്തുണ്ട്? അശോക ചക്രമുണ്ട് അല്ലെ. നേവി ബ്ലൂ നിറത്തിൽ അശോക ചക്രമുണ്ട്. 24 ആരക്കാലുകളുള്ള അശോക ചക്രം അല്ലെ. ഉത്തർപ്രദേശിലെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് ദേശീയ പതാകയിലോട്ട് എടുത്ത അശോക ചക്രം. ആ ചക്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ചക്രം എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ ഇന്ത്യയുടെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു, ഇന്ത്യയുടെ ചലനാത്മകതയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ പുരോഗതിയെ, ഇന്ത്യയുടെ ചലനാത്മകതയാണ് ഏത് സൂചിപ്പിക്കുന്നത്? ചക്രം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അത്രയും ധാരണ വേണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക, ഇന്ത്യൻ ദേശീയ പതാകയുടെ നിക് നെയിം, ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ഒരു നിക് നെയിം ഉണ്ട്. ആ നിക് നെയിം ആണ് ത്രിവർണ പതാക, ട്രൈ കളർ ഫ്ലാഗ് അല്ലെ. ട്രൈ കളർ ഫ്ലാഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും, തിരങ്ക എന്ന് ഹിന്ദിയിൽ പറയും, മലയാളത്തിൽ നമ്മൾ ത്രിവർണ പതാക എന്ന് പറയും അല്ലെ. ഇപ്പോൾ ബ്രിട്ടീഷ് ദേശീയ പതാകയെ നമ്മൾ പറയാറുണ്ട്. ബ്രിട്ടീഷ് ദേശീയ പതാകയ്ക്ക് മറ്റൊരു പേരുണ്ട്, യൂണിയൻ ജാക്ക്. യൂണിയൻ ജാക്ക് ഏത് രാജ്യത്തിന്റെ ദേശീയ പതാകയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടന്റെ ദേശീയ പതാകയാണ്. അതുപോലെ ഓൾഡ് ഗ്ലോറി ഏത് രാജ്യത്തിന്റെ ദേശീയ പതാകയാണ് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ ദേശീയ പതാകയാണെന്ന് പറയും. ഓൾഡ് ഗ്ലോറി അമേരിക്കയുടെ ദേശീയ പതാക. അതുപോലെ ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് ഒരു നിക് നെയിം ഉണ്ട്. ഏതാണ്? ട്രൈ കളർ ഫ്ലാഗ് അഥവാ ത്രിവർണ പതാക. ഇന്ന് നമ്മൾ കാണുന്ന ത്രിവർണ പതാകയിലെ പ്രധാനപ്പെട്ട നിറങ്ങൾ നമുക്ക് അറിയാം. ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ള, പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ പച്ച നിറം അല്ലെ. ഈ പ്രധാനപ്പെട്ട 3 നിറങ്ങളാണ് ഉള്ളത്. ഈ ത്രിവർണ പതാകയുടെ തുടക്കം, നമ്മുടെ ദേശീയ പതാകയുടെ തുടക്കത്തിലോട്ടൊന്ന് പോയാൽ ആദ്യമായിട്ടൊരു ത്രിവർണ പതാക ഇന്ത്യയിൽ ഉയർത്തുന്നത് 1906 ആദ്യമായിട്ട് ത്രിവർണ പതാക ഇന്ത്യയിൽ ഉയർത്തുന്നത്. ഒരു ദേശീയ പതാക എന്നുള്ള നിലയിൽ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുന്നത് 1906 കൽക്കട്ടയിലാണ്. അപ്പോൾ ത്രിവർണ പതാകയുടെ ഉൽപ്പത്തിയുടെ കാര്യം അന്വേഷിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മ വരണം. സ്വദേശി പ്രസ്ഥാനം. 905 ബംഗാൾ വിഭജനം നടന്നു അല്ലെ. ബംഗാൾ വിഭജന പശ്ചാത്തലത്തിലുണ്ടായ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ആ സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി
അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ദേശീയ തലത്തിൽ ഒരു പതാക എന്നുള്ള ചിന്തയിലോട്ടൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ത്രിവർണ പതാകയുടെ തുടക്കം. 1906 ആദ്യമായിട്ട് ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകം എന്നുള്ള നിലയിൽ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തപ്പെട്ടത് എവിടെ എന്ന് ചോദിച്ചാൽ 1906 കൽക്കട്ടയിലാണ്. അന്ന് ത്രിവർണ പതാക എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആ പതാകയിലുണ്ടായിരുന്ന നിറങ്ങൾ ഏതൊക്കെയോ നോക്ക്. ഏറ്റവും മുകളിൽ അന്നുണ്ടായിരുന്നത് പച്ചയാണ്, അത് കഴിഞ്ഞ് മഞ്ഞ, അത് കഴിഞ്ഞ് ചുവപ്പ്. 3 നിറങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ത്രിവർണ പതാക എന്ന് പറഞ്ഞു. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പതാക എന്ന് പറയാവുന്ന പതാക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ത്രിവർണ പതാക എന്ന് പറയാവുന്ന പതാക. പച്ച, മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലാണ്. അതിൽ മുകളിൽ 8 താമര ഉണ്ടായിരുന്നു. ആ പതാകയിൽ മുകളിൽ 8 താമര. അന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രൊവിൻസുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 8 താമരകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പതാകയിൽ താഴെയായിട്ട് ചന്ദ്രക്കലയും അതുപോലെ തന്നെ സൂര്യനും ഹിന്ദു മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. അതാണ് 1906 ആദ്യത്തെ ത്രിവർണ പതാക. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ കൽക്കട്ടയിലാണ്. ഏത് സാഹചര്യത്തിലെന്ന് ചോദിച്ചാൽ സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ട സാഹചര്യത്തിലാണ്, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ കാലത്താണ് എന്നുള്ള വസ്തുത ഓർക്കണം. ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് ത്രിവർണ പതാക ഉയർത്തിയത് എവിടെയാണ് എന്ന് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ത്രിവർണ പതാക ഉയർത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തിയത്. 1907 ജർമ്മനിയിലാണ്, സ്റ്റുട്ട്ഗർട്ടിലാണ്. അന്ന് ഉയർത്തിയത് ആര് എന്നുള്ളതും പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മാഡം ഭിക്കാജി കാമ, ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സ്ത്രീയാണ് ആര്? മാഡം ഭിക്കാജി കാമ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ത്രിവർണ പതാക കൽക്കട്ടയിലും ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ത്രിവർണ പതാക 1907 ജർമ്മനിയിൽ സ്റ്റുട്ട്ഗർട്ടിലുമാണ് ഉയർത്തപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അന്നുണ്ടായിരുന്ന പതാകയല്ല എന്ന് അല്ലെ, ആ പതാകയ്ക്ക് ഒരുപാട് പരിണാമം കാലാന്തരത്തിൽ സംഭവിക്കുന്നുണ്ട്. 1921 പുതിയ ഒരു പതാക വന്നു. ആ പതാക ത്രിവർണ പതാക തന്നെ, പക്ഷെ നിറങ്ങൾ മാറി പുതിയ പതാക വന്നു. ആ പതാകയെ പറയുന്നത് സ്വരാജ് ഫ്ലാഗ് എന്നാണ്. 1921 സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് നല്ല ഒരു ചോദ്യമാണ്. 1921 സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ്. സ്വരാജ് ഫ്ലാഗ് മഹാത്മാഗാന്ധി. ആ സ്വരാജ് ഫ്ലാഗിൽ ഉണ്ടായിരുന്ന നിറങ്ങൾ നോക്ക്. അതിൽ ഏറ്റവും മുകളിൽ വെള്ള നിറം, താഴെ പച്ച നിറം, അതിന് താഴെ ചുവപ്പ് നിറം. ഏറ്റവും മുകളിൽ വെള്ള, അതിന് താഴെ പച്ച, അതിന് താഴെ ചുവപ്പ്. 3 നിറങ്ങൾ. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ചർക്കയും ഉണ്ടായിരുന്നു. മധ്യഭാഗത്തായിട്ട് ചർക്ക. അപ്പോൾ വെള്ള, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുടെ മധ്യഭാഗത്ത് ചർക്കയും കൂടെ ചേർന്ന പതാകയാണ് 1921 സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് മഹാത്മാഗാന്ധി. 1931 ആയപ്പോൾ ഈ ദേശീയ പതാകയിൽ വേറൊരു മാറ്റം വന്നു. നമ്മുടെ ഇന്നത്തെ ദേശീയ പതാകയിലുള്ള നിറങ്ങൾ വന്നത് 1931 ഏതൊക്കെ? കുങ്കുമം, വെള്ള, പച്ച. ഇന്നത്തെ ദേശീയ പതാകയിൽ കുങ്കുമം, വെള്ള, പച്ച, ആ 3 നിറങ്ങൾ വരുന്നത് 1931. ഇപ്പോഴും നടുക്ക് ഏതാണ്? മധ്യഭാഗത്തേത് തന്നെയാണ്, ചർക്ക തന്നെയാണ്. ചക്രം അന്ന് വന്നില്ല, ചർക്ക തന്നെയാണ്. ചക്രം വരുന്നത് ദേശീയ പതാകയിൽ ചക്രം വരുന്നത് 1947 ജൂലൈ 22 അതുവരെ ദേശീയ പതാകയിൽ ഈ പറഞ്ഞ 1931 ശേഷം കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളിൽ മധ്യഭാഗത്തായിട്ട് ചർക്കയുടെ പടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം, അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എപ്പോഴും വാർഷിക സമ്മേളനങ്ങളുണ്ട്. എല്ലാ വർഷവും അതിൻ്റെ വാർഷിക സമ്മേളനം നടക്കും. അങ്ങനെ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടക്കുന്നത് ലാഹോറിൽ വെച്ചാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടക്കുന്നത് ലാഹോറിൽ വെച്ചാണ്. ലാഹോർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഒരു പട്ടണമാണ് ഇന്ന് അല്ലെ? ലാഹോർ എന്ന് പറയുന്നത് രവി നദിയുടെ തീരത്താണെന്നും അറിയാം. ലാഹോർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്താണ്. അപ്പൊ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി അതിന്റെ സമ്മേളനത്തിൽ ദേശീയ പതാക ആദ്യം ഉയർത്തുന്നത് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതിന്റെ സമ്മേളന വേദിയിൽ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തിയത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഏത് നദിയുടെ തീരത്ത് വെച്ച്? രവി നദിയുടെ തീരത്ത് വെച്ച്. പരീക്ഷയുടെ ചോദ്യമാണ്. അപ്പോ രവി നദിയുടെ തീരത്ത് വെച്ച് 1929 നടന്ന ലാഹോർ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ദേശീയ പതാക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിൽ ഉയർത്തപ്പെട്ടത്. വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെച്ചോ. 1931 കറാച്ചി സമ്മേളനം. ആ കറാച്ചി സമ്മേളനമാണ് ഈ പറഞ്ഞ ത്രിവർണ പതാക. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് കോൺഗ്രസ് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കപ്പെട്ടത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. അല്ലെ, ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ പതാകയെ കോൺഗ്രസ് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. അപ്പോൾ ലാഹോർ സമ്മേളനവും കറാച്ചി സമ്മേളനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റു ചില ഭാഗങ്ങളിലോട്ട് പോവാം. നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? ദേശീയ പതാകയ്ക്ക് ഒരു നീളമുണ്ട്, ഒരു വീതിയുണ്ട്. ആ നീളവും വീതിയും തമ്മിൽ ഒരു അനുപാതമുണ്ട്. ദേശീയ പതാകയുടെ നീളം വീതി അനുപാതം കൂട്ടുകാർക്ക് അറിയാം. നീളം വീതി അനുപാതം 3:2 ആണ്. നീളമാണ് കൂടുതൽ, വീതി കുറവാണ്. അപ്പോൾ 3:2 എന്നുള്ള അനുപാതത്തിലാണ് ദേശീയ പതാകയുടെ നീളം വീതി. തിരിച്ചാണ് പറയുന്നതെങ്കിൽ വീതി നീളം അനുപാതമാണെങ്കിൽ തിരിച്ചു പറയണം 2:3. അപ്പോൾ ഏതാണ് കൂടുതൽ? അത് നീളമാണ്. അപ്പോൾ 3:2 എന്ന് പറയുന്നത് നീളം വീതി അനുപാതമാണ്. അങ്ങനെ ദേശീയ പതാകയുടെ നിർമ്മാണത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതുപോലെ തന്നെ 9 അളവുകളിലാണ് ദേശീയ പതാക ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ള ദേശീയ പതാകയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് എന്നുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ദേശീയ പതാകയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അളവ്, അതിൻ്റെ നീളം വീതി അനുപാതം, അതിൻ്റെ നിറം, അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് അധികാരമുള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിനാണോ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണോ, അതോ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനാണോ, അതായത് BIS-നാണോ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനാണോ എന്ന് ചോദിച്ചാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനാണ്. അപ്പോൾ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനാണ്. 9 അളവുകളാണ് ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അളവുകൾ. എത്രയാണെന്ന് ചോദിച്ചാൽ 9 അളവുകളാണ്. നീളം വീതി അനുപാതം എന്ന് പറയുന്നത് 3:2 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്ലാഗ് കോഡ്, ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ്, അതായത് ഇന്ത്യൻ പതാകയുമായി ബന്ധപ്പെട്ട് ഒരു നിയമം ഉണ്ടായി വന്നിട്ടുണ്ട്. അത് വന്നത് എന്ന് ചോദിക്കും, നിലവിൽ വന്നത് എന്നു ചോദിക്കും. ഫ്ലാഗ് കോഡ് 3 പാർട്ടായിട്ടാണ് ഫ്ലാഗ് കോഡ് ഉണ്ട്. ആ പറഞ്ഞ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്ന് ചോദിക്കും. അത് 2002 ജനുവരി 26-നാണ്. അപ്പോൾ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2002 ജനുവരി 26. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ഒരു പൗരന് അത്യാവശ്യ സാഹചര്യങ്ങളിൽ, ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനം, അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനം പോലുള്ള സാഹചര്യങ്ങളിലൊക്കെ ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള അവകാശമുണ്ട്, അല്ലെ? അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനും ദേശീയ പതാക ഉയർത്താൻ അധികാരമുണ്ട്. അത് അവന്റെ മൗലിക അവകാശത്തിന്റെ ഭാഗമാണ് എന്നൊരു കോടതി ഉത്തരവ് പിന്നീടുണ്ടായി, സുപ്രീം കോടതി ഉത്തരവ് പിന്നീടുണ്ടായി. അതിന് കാരണക്കാരനായത് ഒരു വ്യവസായിയാണ്. അയാൾ എന്ത് ചെയ്തു? ദേശീയ പതാക ഉയർത്തി. അതുമായി ബന്ധപ്പെട്ട് കേസുണ്ടായി. അപ്പൊ അയാൾ കോടതിയിൽ വാദിച്ചു, ഞാനൊരു സാധാരണ പൗരനാണ്, വിശേഷപ്പെട്ട അവസരങ്ങളിൽ ദേശീയ പതാക ഉയർത്താൻ എനിക്ക് അവകാശമുണ്ട്, അതെന്റെ മൗലിക അവകാശത്തിന്റെ ഭാഗമല്ലേ എന്ന് കോടതിയിൽ വാദിച്ചു. അത് സുപ്രീം കോടതി അംഗീകരിച്ചു. അങ്ങനെയാണ് സാധാരണക്കാരന് ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള അവകാശം ഉണ്ടാകുന്നത്. നമുക്ക് ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള അവകാശത്തിന് കാരണക്കാരനായിട്ടുള്ള, ആ കേസിന് കാരണക്കാരനായിട്ടുള്ള വ്യവസായിയുടെ പേര് അറിഞ്ഞിരിക്കണം. നവീൻ
ജിണ്ടാൽ. ആരാണ്? നവീൻ ജിണ്ടാൽ. നവീൻ ജിണ്ടാൽ വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള കേസിലാണ് സുപ്രീം കോടതി ദേശീയ പതാക ഉയർത്താൻ ഒരു പൗരന് അനുവാദമുണ്ട്, അത് അവന്റെ മൗലിക അവകാശത്തിന്റെ ഭാഗമാണ് എന്നുള്ള വിധി പ്രസ്താവിച്ചത്. അപ്പോ ദേശീയ പതാക നമുക്ക് ഉയർത്താമോ? ഉയർത്താം. അതിന് കാരണക്കാരനായ വ്യവസായി ആരാണ്? നവീൻ ജിണ്ടാൽ. നവീൻ ജിണ്ടാൽ. അപ്പൊ ദേശീയ പതാക ഉയർത്തുക എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശത്തിന്റെ ഭാഗമാണ്. ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗം? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അല്ലെ, നമുക്ക് 6 മൗലിക അവകാശമുണ്ട്. അതിലൊരു മൗലിക അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് ചോദിച്ചാൽ അത് 19ാമത്തെ വകുപ്പാണ്. അല്ലെ, ആ 19ാമത്തെ വകുപ്പില് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, ആശയ ആവിഷ്കാരങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ പറയുന്ന വകുപ്പ് ഏതാണ്? അതിൽ ആദ്യത്തെ വകുപ്പാണ് 19(1)(a). അപ്പോ ദേശീയ പതാക ഉയർത്തുക എന്നുള്ളത് ഒരു പൗരന്റെ മൗലിക അവകാശത്തിന്റെ ഭാഗമാണ്. വകുപ്പ് ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വകുപ്പ് 19(1)(a). അതുപോലെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്, ദേശീയ പതാകയെ ബഹുമാനിക്കണം, നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കണം, അല്ലെ, ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ബഹുമാനിക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ദേശീയ പതാകയെ ബഹുമാനിക്കണം, അത് നിങ്ങളുടെ മൗലിക കർത്തവ്യമാണ്. അല്ലെ, ദേശീയ പതാക ഉയർത്താൻ അധികാരമുള്ളത് മൗലിക അവകാശമാണെങ്കിൽ ദേശീയ പതാകയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മൗലിക കടമയാണ്. അപ്പൊ ആ മൗലിക കടമ ഏത് എന്ന് ചോദിച്ചാൽ മൗലിക കടമയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ ഒരൊറ്റ ആർട്ടിക്കിളേ ഉള്ളൂ. അതേതാണ്? 51(a) ആണ്. 51(a), അല്ലെ, പാർട്ട് 4(a)യിൽ ഒറ്റ വകുപ്പാണ് 51(a). ആ 51(a) തന്നെ പിന്നെ 11 ചെറിയ വകുപ്പുകളുമുണ്ട്. 51(a), എയിൽ വലിയ എയിൽ A-B-C-D എന്നിങ്ങനെ 11 വകുപ്പുകൾ വേറെയുണ്ട്. അപ്പൊ 51(a)യിൽ എ എന്ന് പറയുന്ന വകുപ്പിലാണ് 51(a)യിൽ എ എന്ന് പറയുന്ന വകുപ്പിലാണ് ദേശീയ പതാകയെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ മൗലിക കർത്തവ്യമാണ് എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ദേശീയ പതാകയെ ഇൻസൾട്ട് ചെയ്താൽ, അതിനെ അപമാനിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 3 വർഷം തടവും പിഴയുമാണ്. ദേശീയ പതാകയെ അപമാനിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 3 വർഷം തടവും പിഴയുമാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ആ ഭാഗത്ത് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റു ചില കാര്യങ്ങളിലൂടെ ഇന്ത്യയുടെ ദേശീയ പതാക എവറസ്റ്റിന്റെ നെറുകയിൽ പറത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഏത് കൊല്ലം, ഏത് ദിവസം എന്ന് ചോദിച്ചാൽ 1953 മെയ് 29-നാണ്. അല്ലെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ആ മൗണ്ട് എവറസ്റ്റിൽ ആദ്യമായിട്ട് കാല് കുത്തിയത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആരൊക്കെയാണ്? എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർവേയുമാണ്. അല്ലെ, ആ സാഹചര്യത്തിലാണ് എവറസ്റ്റിന്റെ നെറുകയിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തപ്പെട്ടത്. 1953 മെയ് 29. മെയ് 29. അതുപോലെ ചന്ദ്ര ഉപരിതലത്തിലും ദേശീയ പതാക, ഇന്ത്യൻ ദേശീയ പതാക പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചന്ദ്ര ഉപരിതലത്തിലും ഇന്ത്യൻ ദേശീയ പതാക പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്നാണ്? 2008 നവംബർ 14. ചന്ദ്രയാൻ 1ന്റെ ഭാഗമായിട്ട് ചന്ദ്ര ഉപരിതലത്തിലും ഇന്ത്യയുടെ ദേശീയ പതാക പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 2008 നവംബർ 14 ചന്ദ്ര ഉപരിതലത്തില് ഇന്ത്യയുടെ ദേശീയ പതാക പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പ്രദർശിപ്പിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയ്ക്ക് ശേഷം, റഷ്യക്ക് ശേഷം, ജപ്പാന് ശേഷം ചന്ദ്രോപരിതലത്തിൽ ദേശീയ പതാക പ്രദർശിപ്പിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാം. അപ്പൊ അത് 2008 നവംബർ 14-നാണ്, ചന്ദ്രയാൻ 1ന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് കൂടി അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയൊരു ഭാഗത്തോട്ട് തന്നെ വരാം. 1947 ജൂലൈ 22-നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്ന് പറഞ്ഞു. അല്ലെ, 1947 ജൂലൈ 22. അത് കഴിഞ്ഞ് 1947 ഓഗസ്റ്റ് 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളുടെയും ഉപഹാരം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ദേശീയ പതാക
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദിന് കൈമാറിയത് ഒരു വനിതയാണ്. അത് ഓർത്തു വയ്ക്കണം. ആ വനിത ഹൻസ മേത്തയാണ്. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളുടെയും ഉപഹാരം എന്നുള്ള നിലയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിന് ദേശീയ പതാക കൈമാറിയ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ഹൻസ മേത്തയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് വനിതകളുടെ പങ്ക് നമുക്ക് ചെറുതായി കാണാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം കൂടി അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കേണ്ടത്, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തുന്നത് അന്ന് രാവിലെയാണ്, ഒരു ചെറിയ ചടങ്ങിലാണ്. 1947 ഓഗസ്റ്റ് 15 രാവിലെയാണ്, ഒരു ചെറിയ ചടങ്ങാണ്. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ മുമ്പിൽ വെച്ച് നടന്ന ഒരു ചെറിയ ചടങ്ങിൽ ലൂയി മൗണ്ട് ബാറ്റൻ ആണ് ദേശീയ പതാക ഉയർത്തിയത്. അത് കഴിഞ്ഞ് 1947 ഓഗസ്റ്റ് 16 പിറ്റേ ദിവസം 1947 ഓഗസ്റ്റ് 16 ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തി. ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ആദ്യമായി ഉയർത്തിയത് ആര് എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം. അത് ജവഹർലാൽ നെഹ്റു ആണ്. പരീക്ഷയ്ക്ക് മുമ്പൊരിക്കൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ചെങ്കോട്ടയിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഇന്ത്യക്ക് പുറത്ത് ആദ്യം ഉയർത്തിയത് ജർമ്മനിയിലാണ്. 1907 സ്റ്റുട്ട്ഗർട്ടിലാണ്. മാഡം ഭിക്കാജി കാമയാണെന്ന് പറഞ്ഞു അല്ലെ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ഏത് രാജ്യത്തിനാണ്? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായുള്ള കാൻബറയിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായിട്ട് ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് ഉയർത്തപ്പെട്ടത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15 അന്ന് ആദ്യമായിട്ട് ദേശീയ പതാക ഇന്ത്യയിൽ ഉയർത്തുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിലാണ്. അതൊരു ചെറിയൊരു ചടങ്ങായിരുന്നു, അവിടെ ജനമില്ലായിരുന്നു. ചെറിയൊരു ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി, ലൂയി മൗണ്ട് ബാറ്റൻ ഉയർത്തി. അന്ന് തന്നെ ഉച്ചയ്ക്ക് ദേശീയ പതാക വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച്, ഡൽഹിയിൽ ജൻപതിൽ വെച്ച് വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ചിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുകയാണ്. ആ ഉയർത്തുന്ന സമയത്ത് ശുഭസൂചന പോലെ ചാറ്റൽ മഴ പെയ്തു. അതുപോലെ തന്നെ ആകാശത്ത് ഒരു വലിയ മഴവില്ലും ദൃശ്യമായി. എന്തായാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കൈമാറ്റം അതിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലൂയി മൗണ്ട് ബാറ്റൻ ബ്രിട്ടന് കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് ഈ ചാറ്റൽ മഴയെക്കുറിച്ചും ആ സമയത്ത് വീണ മഴവില്ലിനെ കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം, 1200 കൊല്ലത്തോളം ബ്രിട്ടീഷുകാരാൽ ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടേത് അല്ലെ. എന്നാലും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടും സഹനശക്തി കൊണ്ടും രാഷ്ട്രീയമായി തന്നെ ബ്രിട്ടന് മേൽ ആധിപത്യം സ്ഥാപിച്ച് ഒടുവിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ആ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന അവസരത്തിൽ പെയ്ത ആ ചാറ്റൽ മഴയും അതുപോലെ വിരിഞ്ഞ ആ മഴവില്ലുമൊക്കെ ഒരു ശുഭസൂചനയാണ്. ഇന്ത്യക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ശുഭസൂചന നൽകുകയുണ്ടായി. എന്തായാലും അത് ഓരോ ഇന്ത്യക്കാരനും കണ്ണ് നിറയിപ്പിച്ച ഒരു കാഴ്ചയാണ്, ആനന്ദത്തിൽ ആറാടിപ്പിച്ച ഒരു കാഴ്ചയാണ്. എന്തായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.